പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ചിലർ രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥിക്കും. ദൈവഹിതത്തിന് വിധേയപ്പെടാൻ പറഞ്ഞാൽ ഒന്നുമില്ല. മോളെ, ഇതാണ് ദൈവഹിതം. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇതാണ് ദൈവഹിതം. അതിന് വിധേയപ്പെടാൻ പറഞ്ഞാൽ പറ്റുകയില്ല. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥനയും പരിത്യാഗം എന്ത് കലാപരിപാടിയാണെങ്കിലും ചെയ്യും. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്, നീ ജീവിതത്തിൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചുവെന്ന് ഒരുപക്ഷെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ചോദിച്ചെന്ന് വരില്ല. പക്ഷേ എത്ര വട്ടം ദൈവഹിതത്തിന് നീ കീഴ്വഴങ്ങി എന്ന ചോദ്യത്തിനായിരിക്കും തമ്പുരാൻ പ്രതിഫലം തരാൻ പോകുന്നത്. അതാ ഈ അനുഭവത്തിൽ ഇത് ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനും കൂടി പഠിക്കണ്ടേ. ഇതൊന്നുമില്ലാതെ നമ്മൾ പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ചില സമയത്ത് ഞാൻ വിചാരിച്ചു, ചില കുടുംബങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാ കൂടുതൽ നല്ലത്. അതിൻ്റെ പ്രാർത്ഥന കാരണോ മകൻ വിശ്വാസത്തിൽ നിന്ന് പോയതേ. അവൻ്റെ വിശ്വാസം മുഴുവൻ പോയത് എന്നാന്നറിയാം, ഈ തള്ളയുടെ പ്രാർത്ഥന കാരണമാണ്. ഭയങ്കര പ്രാർത്ഥന, അത് കഴിഞ്ഞ് വായെന്ന് വരുന്ന വാക്കുണ്ടല്ലോ. അപ്പോൾ ഈ മകൻ തന്നെ ചോദിച്ചു, മമ്മി ഇതെങ്ങനെ ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് അത് കഴിയുമ്പോൾ തന്നെ ഈ മറ്റേ അവളെക്കുറിച്ചും അയൽവക്കക്കാരെ കുറിച്ചും ഇതേക്കുറിച്ചും അമ്മയ്ക്ക് ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നേ? അത് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേലും ഇടാ. അവരാ ഇതെല്ലാം ഒരേ വായനാ വരുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട് അവരന് പ്രാർത്ഥിക്കണമെന്നും അവൻ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിൽ അവനല്ല പ്രശ്നം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനാണ് പ്രശ്നം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടും നമ്മുടെ പ്രാർത്ഥനയും ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാതെ പോകുന്ന കാണുന്ന മക്കൾ ഇന്ന് പ്രാർത്ഥന പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് അവർ പറയുന്ന കാരണം വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കള്ളത്തരമൊന്നും കാണിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ നുണ പറയാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ ആരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞ് കുറ്റം പറയാതിരിക്കുന്നതല്ലെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. പ്രാർത്ഥന എന്തിനാണെന്നുള്ളത് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈശോയോട് ഐക്യപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിൽ ഒരുവൻ വേരൂന്നുമ്പോൾ അവന്റെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയാണ് പ്രാർത്ഥനയിൽ. ഉണ്ടാണല്ലോ ഈശോ പോലും അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ഇപ്പൊ ബലപ്പെടുത്ത്. നാളെ വരാൻ പോകുന്ന പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തി വേണ്ടേ? നോ പറയാൻ കരുത്ത് വേണ്ടേ? ഹല്ലേലൂയ. നാളെ വരുന്ന സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ ആന്തരിക മനുഷ്യന് ശക്തി വേണ്ടേ? വരും കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും എതിരെ വരുന്ന വിലങ്ങുതടികൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകുമ്പോൾ, പരാജയങ്ങൾ, നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് വേണ്ടേ? ഇപ്പൊ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തണം പ്രാർത്ഥനയിൽ. യേശുക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക ആത്മീയ മനുഷ്യന് ശക്തി പ്രാപിക്കുന്നത്. ഹല്ലേലൂയ.